ഹായ് വെൽക്കം ടു 16th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ഒരുമാതിരി ഒരു ദിവസമായിരുന്നു ഇന്ന് കൂടുതൽ റെസിപ്പീസ് ഒന്നുമില്ല. ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ പറയാട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ഞാൻ കഴിച്ചത് ബെറി ജ്യൂസ് ആണ് കേട്ടോ. അപ്പോൾ ബെറി ഞാൻ ഇവിടെ ഫ്രോസൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ബെറി കഴിഞ്ഞു. അപ്പോൾ ഫ്രോസൺ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ബെറി ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അത് കുറച്ചിട്ടു. അത് ബ്ലൂബെറി സ്ട്രോബെറി മാത്രം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ടു. പിന്നെ ചിയാ സീഡ് ഇട്ടു. പിന്നെ ഒരു ബനാന ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബനാന ഇട്ടു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ ഇത് എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്കിംഡ് മിൽക്ക്, അത് കുഴപ്പമൊന്നുമില്ലാത്ത പാലെടുക്കാം, അല്ലെങ്കിൽ യോഗേർട്ടിലും ഇത് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ജ്യൂസ് ഇവിടെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല പേർപ്പിൾ കളറിൽ നമുക്കിവിടെ ജ്യൂസ് അടിച്ച് കിട്ടി. പേർപ്പിൾ കളർ ആവാൻ കാരണം ബ്ലൂബെറി ആണ് തോന്നുന്നുണ്ട്. അപ്പൊ ഇതാ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെഡിയായി. ഇത് ബെറി ജ്യൂസ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്. ഇതിൽ ബനാന ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ മധുരത്തിന് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഫ്രോസൺ ആയ കാരണം നല്ല തണുപ്പുണ്ട്. അതുപോലെ ബനാനയുടെ മധുരം വരുന്നുണ്ട്. ബ്ലൂബെറിയുടെയും സ്ട്രോബെറിയുടെയും ആ ചെറിയ പുളിപ്പും ചെറിയ മധുരം കൂടി കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരൊറ്റ ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തിറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, അതുപോലെ തന്നെ കുറച്ച് പണികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാനിതാ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അടുത്തുള്ള ലുലുവിലാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ലുലുന്ന് അത്യാവശ്യപ്പെട്ട സാധനങ്ങൾ, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയായിരുന്നു. ലുലുവിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് സാലഡ്സ് കാണലുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ സാലഡ്സ് കാണുമ്പോൾ അവിടുന്ന് ഒന്ന് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങിച്ചു, അവിടുന്ന് കുറച്ച് വാങ്ങിച്ചു. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് ഞാൻ അവിടെ നിന്നാണ് എടുത്തത് കേട്ടോ. എൻ്റെ ഫുഡ് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ച് സാലഡ്സ് ഒക്കെ വാങ്ങിച്ചാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ. ഇതൊക്കെ പറയും. Please subscribe. Please. Only one. എന്ത് വൺ? അപ്പൊ എന്റെ രണ്ടാമത്തെ മോന് കുറച്ചിങ്ങനെ കോക്രിയൊക്കെ കാണിക്കുന്ന ടൈപ്പാണ് ആൾ കേട്ടോ. അങ്ങനെ അവന്റെ കോമഡി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വീട്ടിലെത്തി ഇതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഷ്റൂം സാലഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഹോട്ട് ഡോഗിന് എന്തോ സാലഡാണെന്ന് മോന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അപ്പം അതും ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ ഇത് കിംച്ചിയാണ് കേട്ടോ. കിംച്ചി എന്ന് പറയും, കൊറിയൻ ഒരു ഡിഷാണ്. അപ്പം ഇത് കൊറിയൻ സീരീസ് ഒക്കെ കാണുമ്പോൾ അവർ കഴിക്കണ കാണുമ്പോൾ നമുക്ക് കഴിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എവിടുന്നാ കിട്ടാന്ന് അറിയില്ല. അപ്പം ലുലുലു കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ഷവായി ചിക്കനും എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് ഇന്ന്. പിന്നെ കിംച്ചി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഒരു പഴകിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു. വലിയ ഇഷ്ടപ്പെട്ടില്ല. അത് ഈ സ്പൈസ് മാങ്ങയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇതെന്തോ ലെക്ടസ് ആണ് തോന്നുന്നുണ്ട്. അവരെ കൊറിയൻ ക്യാബേജ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഫിഷും കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അപ്പോൾ ഫിഷ് ഞാൻ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് വെക്കൽ എന്ന് കാണിച്ചിട്ടുണ്ടാവും. നല്ല ഓഫറിൽ കണ്ടപ്പോൾ അത്യാവശ്യം ഫിഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വെറൈറ്റി ആയിട്ട് അര കിലോ വെച്ചിട്ടാണ് ഞാൻ ഫിഷ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരേപോലെ കഴിച്ച് മടുക്കൂല. അര കിലോ വെച്ചിട്ട് വാങ്ങുമ്പോൾ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ആ ഫിഷ് കിട്ടിയ കവറിൽ തന്നെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് അതിൽ തന്നെ ആവശ്യത്തിന് ഓരോ ദിവസത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ആ പാക്കറ്റ് മാത്രം നമുക്ക് ഇവിടെ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ.
അങ്ങനെയാണ് ഞാൻ സാധാരണ ഫിഷ് എടുത്തു വെക്കൽ കേട്ടോ. അങ്ങനെ ഓരോ ഫിഷും ഓരോ 2 വെച്ചിട്ടാണ് ഞാൻ എടുത്തു വെക്കുന്നത്. അങ്ങനെ ഓരോ ടൈപ്പ് ഫിഷും ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ച് അതങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട്, അതേപോലെ തന്നെ ചിക്കനും പിന്നെ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഞാൻ ഫ്രോസൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഫ്രിഡ്ജിലേക്ക് പോകാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊക്കെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. അതിനുശേഷം ഉള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു. അങ്ങനെ ചെറിയ വെളുത്തുള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചിട്ടാ. അങ്ങനെ എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് എടുത്തു വെച്ചു. പിന്നെ മക്കളെ കോൺഫ്ലേക്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചോക്കോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നിറച്ച് വെച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതാത് സ്ഥലത്ത് എടുത്തു വെച്ചു. അതിനുശേഷം ഞാനന്ന് ഈവനിങ് ആയപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. ഈവനിങ് ആയപ്പോൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇതാ ഞാനിവിടെ അടുത്തൊരു സൂക്കുണ്ട്, വക്ര സൂക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ ഉള്ളൂ ഡിഫറൻസ് ഉള്ളൂ, നടക്കാനേ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് സൂക്ക് ആ ഒരറ്റം വരെ പോവായിട്ട് തിരിച്ച് നമ്മളെ വീട്ടിൽ വരുമ്പോൾ 3-3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 3-3.5 കിലോമീറ്റർ കിട്ടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് നടക്കാറുണ്ട്. ഇവിടെ അതാ പാർക്കും ഉണ്ട് കേട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ. ഇത് പാർക്കാണ്, ഒരു 50 മീറ്റർ ഡിഫറൻസിൽ പാർക്കുണ്ട്. പക്ഷെ പാർക്ക് ഓപ്പൺ ആയിട്ടില്ല, പാർക്ക് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് എപ്പോഴാണ് ഓപ്പൺ ആവുക. എന്തായാലും ഓപ്പൺ ആയാൽ അടിപൊളിയായിരിക്കും, അതിൽ നടക്കാൻ സുഖമായിരിക്കും. വലിയ പാർക്കാണ്. ഒരു റൗണ്ട് കിട്ടിയ 1 കിലോമീറ്റർ ഒരു റൗണ്ട്. അപ്പോൾ അത് വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ എപ്പോഴാണ് ഓപ്പൺ ആവുക. എന്തായാലും ഞങ്ങൾ നടക്കൂടെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ. ഒരാളങ്ങ് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ പാർക്ക്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. വലിയ പാർക്കാണ് വക്കര പാർക്ക്. പക്ഷേ ഇത് റിനോവേഷൻ നടക്കുന്ന കാരണമാണ് ഇത് അടച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ അത് റൗണ്ട് ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് 1 കിലോമീറ്റർ ചുറ്റാട്ടോ. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറ്, ആ പാർക്കിൽ റൗണ്ടാണ് ചുറ്റാറ്. സുഖക്ക് വല്ലാണ്ട് ചില സമയത്തേ വരാറുള്ളൂ. അടുത്ത മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരലുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സമയത്തൂടെ വന്ന് ഇതാക്കുന്നത്. നല്ല രസമാണ്, നല്ല വൈബാണ്. സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, അടിപൊളിയായിട്ടോ. ഇതിപ്പോൾ വേലിയിറക്കം കാരണമാണ് ബീച്ച് ഇങ്ങനെ കിടക്കുന്നത്. വേലിയേറ്റുള്ള സമയത്ത് വെള്ളം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വൈബായിട്ടാണ്. ബ്ലൂ കളറായിട്ട് ബീച്ച് ഇങ്ങനെ കിടക്കും. അതേപോലെ ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ക്യാമലും കാര്യങ്ങളൊക്കെ കൂടെ ഇങ്ങനെ നടക്കുന്ന കാണാനും ഒക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് കുറച്ചൊന്ന് നേരം വൈകി നടക്കാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്, കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഞാൻ വല്ലാണ്ട് ആ അറ്റത്തേക്ക് പോയില്ല. ഈ ഒരു ഭാഗം വെച്ചിട്ട് എൻ്റെ ചെയ്തിട്ട് ഇവിടെ തന്നെ അങ്ങ് നടക്കുക ചെയ്തത്. അപ്പോൾ ഇനി കൂടുതൽ ഈ സൂക്ക് വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് ഞാൻ നടന്നൊക്കെ വന്ന് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന. എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ച് ബിസി ആയിരുന്നല്ലോ, അപ്പോൾ വെള്ളം കുടിച്ചിരിക്കുന്നത് കുറഞ്ഞു തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു അടിപൊളി തലവേദനയായിരുന്നു. അപ്പോൾ രാത്രി ഫുഡ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല, പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. പുറത്തുനിന്ന് ഷവർമയാണ് വാങ്ങിച്ചത്. ഞാനിതാ ഇതേപോലെ കുറച്ച് പീസ് എടുത്തു, പിന്നെ കുറച്ച് പിക്കിൾസ് എടുത്തു. വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ